Hi friends, welcome to my channel PSC Positive Point. +2 ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ GKയിലെ കേരള ഹിസ്റ്ററിയിലെ ഫസ്റ്റ് ടോപ്പിക്കായ യൂറോപ്യന്മാരുടെ ആഗമനം അറൈവൽ ഓഫ് യൂറോപ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയുടെ സബ്ജക്റ്റ്. ഇന്ത്യയിൽ വന്ന യൂറോപ്യന്മാരായ പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ബ്രിട്ടീഷുകാർ, ഫ്രഞ്ചുകാർ ഇവർ വന്ന ക്രമത്തിൽ തന്നെ ഓർത്തിരിക്കുവാനുള്ള എല്ലാവർക്കും അറിയുന്നൊരു കോഡാണ് പോഡ ബീഫെ. പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ബ്രിട്ടീഷുകാർ, ഫ്രഞ്ചുകാർ. ഇന്ത്യയിൽ വന്ന ആദ്യത്തെ യൂറോപ്യന്മാരായ പോർച്ചുഗീസുകാരെ പറ്റി PSCയുടെ മുൻകാല ചോദ്യങ്ങളും ഇനി ചോദിക്കാൻ സാധ്യതയുള്ള മുഴുവൻ ചോദ്യങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആധുനിക ഇന്ത്യ ചരിത്രത്തിന് തുടക്കം കുറിച്ചത് യൂറോപ്യന്മാരുടെ ആഗമനം. യൂറോപ്യന്മാരുടെ വരവാണ് ആധുനിക ഇന്ത്യ ചരിത്രത്തിന് തുടക്കം കുറിച്ചത്. കടൽ മാർഗം ഇന്ത്യയിൽ എത്തിയ ആദ്യ യൂറോപ്യന്മാർ പോർച്ചുഗീസുകാർ. പോർച്ചുഗീസുകാരാണ് കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യന്മാർ. എന്നാൽ ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശികൾ അറബികളാണ്. ഇന്ത്യയിൽ നിന്ന് അവസാനം തിരിച്ചുപോയ യൂറോപ്യൻ ശക്തി പോർച്ചുഗീസുകാർ. പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിലേക്ക് ആദ്യം വന്ന് അവസാനം തിരിച്ചുപോയ യൂറോപ്യൻ ശക്തി. പറങ്കികൾ എന്നറിയപ്പെട്ട യൂറോപ്യന്മാർ പോർച്ചുഗീസുകാർ. പോർച്ചുഗീസുകാരാണ് പറങ്കികൾ എന്നറിയപ്പെട്ടത്. ഇന്ത്യയിൽ കടൽ മാർഗം എത്തിയ ആദ്യ പോർച്ചുഗീസുകാരൻ വാസ്കോഡഗാമ. വാസ്കോഡഗാമയാണ് ഇന്ത്യയിൽ കടൽ മാർഗം എത്തിയ ആദ്യ പോർച്ചുഗീസുകാരൻ അല്ലെങ്കിൽ യൂറോപ്യൻ. വാസ്കോഡഗാമ ഇന്ത്യയിൽ കപ്പലിറങ്ങിയ സ്ഥലം എല്ലാവർക്കും അറിയാവുന്നതാണ്, കോഴിക്കോട് ജില്ലയിലെ കാപ്പാട്. കോഴിക്കോട് ജില്ലയിലെ കാപ്പാടാണ് വാസ്കോഡഗാമ ഇന്ത്യയിൽ കപ്പലിറങ്ങിയ സ്ഥലം. വാസ്കോഡഗാമ കേരളത്തിൽ ആദ്യമായി എത്തിയ വർഷം ആദ്യമായി എത്തിയത് 1498 മെയ് 20-നാണ്. വാസ്കോഡഗാമ കേരളത്തിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് വന്ന കപ്പൽ സെൻറ്റ് ഗബ്രിയേൽ. സെൻറ്റ് ഗബ്രിയേൽ എന്നാണ് വാസ്കോഡഗാമ കേരളത്തിലേക്ക് വന്ന കപ്പലിൻ്റെ പേര്. വാസ്കോഡഗാമ കപ്പലിറങ്ങിയ കാപ്പാട് ബീച്ച് മുമ്പ് അറിയപ്പെട്ടത് പന്തലായനി ബീച്ച്. കോഴിക്കോട് ജില്ലയിലെ ചേമഞ്ചേരി പഞ്ചായത്തിലെ പന്തലായനി ബീച്ച് എന്നാണ് കാപ്പാട് മുമ്പ് അറിയപ്പെട്ടത്. ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ച പോർച്ചുഗീസ് രാജാവ് ഡോം മാനുവൽ അല്ലെങ്കിൽ മാനുവൽ ഒന്നാമനാണ് വാസ്കോഡഗാമയെ ഇന്ത്യയിലേക്ക് അയച്ചത്. വാസ്കോഡഗാമയ്ക്ക് ഒപ്പം കേരളത്തിൽ എത്തിയ പോർച്ചുഗീസ് നാവികൻ അൽവാരോ വെൻഹോവ്. അൽവാരോ വെൻഹോവ് ആണ് വാസ്കോഡഗാമയ്ക്കൊപ്പം കേരളത്തിൽ എത്തിയ പോർച്ചുഗീസ് നാവികൻ. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി അല്ലെങ്കിൽ അധിപൻ എന്ന് വാസ്കോഡഗാമയെ വിശേഷിപ്പിച്ചത് മാനുവൽ ഒന്നാമനാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി അല്ലെങ്കിൽ അധിപൻ എന്ന് വാസ്കോഡഗാമയെ വിശേഷിപ്പിച്ചത്. ഗാമയുടെ ഒന്നാം വരവിൽ അനുഗമിച്ച മറ്റു കപ്പലുകൾ നമ്മൾ പറഞ്ഞു സെൻറ്റ് ഗബ്രിയേലാണ് വാസ്കോഡഗാമ ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ കേരളത്തിലേക്ക് വന്ന കപ്പലിൻ്റെ പേര്. ഒന്നാം വരവിൽ അനുഗമിച്ച മറ്റ് കപ്പലുകളാണ് സെൻറ്റ് റാഫേൽ, ബെറിയോ. സെൻറ്റ് റാഫേലും ബെറിയോയുമാണ് ഗാമയുടെ സെൻറ്റ് ഗബ്രിയേലിനെ അനുഗമിച്ച മറ്റു കപ്പലുകൾ. വാസ്കോഡഗാമ എത്ര തവണ കേരളത്തിലെത്തിയിട്ടുണ്ട്? 3 തവണ വാസ്കോഡഗാമ കേരളത്തിലെത്തിയിട്ടുണ്ട്. വാസ്കോഡഗാമ രണ്ടാമതായി കേരളത്തിലെത്തിയ വർഷം 1502. ആദ്യം വന്നത് 1498 മെയ് 20-ന് കാപ്പാട് ബീച്ചിൽ. രണ്ടാമതായി കേരളത്തിലെത്തിയ വർഷമാണ് 1502. വാസ്കോഡഗാമ അവസാനം കേരളത്തിലെത്തിയ വർഷം 1524. 3 പ്രാവശ്യമാണ് വാസ്കോഡഗാമ കേരളത്തിലെത്തിയിരിക്കുന്നത്. മൂന്നാമത്തെ അല്ലെങ്കിൽ അവസാനത്തെ വർഷമാണ് 1524. ഗാമയ്ക്ക് ശേഷം ഇന്ത്യയിൽ എത്തിയ പോർച്ചുഗീസുകാരൻ പെഡ്രോ അൽവാരിസ് കബ്രാൾ. പെഡ്രോ അൽവാരിസ് കബ്രാൾ ആണ് വാസ്കോഡഗാമയ്ക്ക് ശേഷം ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസുകാരൻ. വാസ്കോഡഗാമ അന്തരിച്ച വർഷം 1524 ഡിസംബർ 24-ന്. 1524-ലാണ് വാസ്കോഡഗാമ മൂന്നാമത് കേരളത്തിൽ വന്നുവെന്ന് പറഞ്ഞു. അതേ വർഷം ഡിസംബർ 24-നാണ് വാസ്കോഡഗാമ അന്തരിച്ചത്. വാസ്കോഡഗാമയുടെ ഭൗതിക അവശിഷ്ടം ആദ്യം അടക്കം ചെയ്തിരുന്ന പള്ളി
കൊച്ചിയിലെ സെന്റ് ഫ്രാൻസിസ് ചർച്ചിലാണ് വാസ്കോഡ ഗാമയുടെ ഭൗതിക അവശിഷ്ടം ആദ്യം അടക്കം ചെയ്തിരുന്നത്. ഗാമയുടെ ഭൗതിക ശരീരം കൊച്ചിയിൽ നിന്ന് പോർച്ചുഗീസിലേക്ക് കൊണ്ടുപോയ വർഷം 1539. 1524 മുതൽ 1539 വരെ സെന്റ് ഫ്രാൻസിസ് ചർച്ച്, കൊച്ചിയിലെ സെന്റ് ഫ്രാൻസിസ് ചർച്ചിലായിരുന്നു ഭൗതിക അവശിഷ്ടം അടക്കം ചെയ്തിരുന്നത്. എന്നാൽ 1539 ഗാമയുടെ ഭൗതിക ശരീരം കൊച്ചിയിൽ നിന്ന് പോർച്ചുഗീസിലേക്ക് കൊണ്ടുപോയി. വാസ്കോഡ ഗാമയുടെ ഭൗതിക ശരീരം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് ലിസ്ബണിലെ ജെറോണിമസ് കത്തീഡ്രലിലാണ്. വാസ്കോഡ ഗാമയുടെ ഭൗതിക ശരീരം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. യൂറോപ്യന്മാർ അല്ലെങ്കിൽ പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ കോട്ട മാനുവൽ കോട്ടയാണ് യൂറോപ്യന്മാർ അല്ലെങ്കിൽ പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ കോട്ട. ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ് ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി. ഇന്ത്യയിലെ പോർച്ചുഗീസുകാർ സ്ഥാപിച്ച രണ്ടാമത്തെ കോട്ട സെൻറ്റ് ആഞ്ചലോസ് കോട്ട, കണ്ണൂരിലെ സെൻറ്റ് ആഞ്ചലോസ് കോട്ടയാണ് ഇന്ത്യയിലെ പോർച്ചുഗീസുകാർ സ്ഥാപിച്ച രണ്ടാമത്തെ കോട്ട. ആദ്യത്തെ കോട്ട മാനുവൽ കോട്ടയാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. സെൻറ്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ചത് ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ്. സെൻറ്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ചത്. യൂറോപ്യൻ ശക്തി ആരെന്ന് ചോദിച്ചാൽ പോർച്ചുഗീസുകാരാണ്. ഫ്രാൻസിസ്കോ ഡി അൽമേഡയെ സംബന്ധിച്ച് മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റാണ് നീല ജലനയം, ബ്ലൂ വാട്ടർ പോളിസി നടപ്പിലാക്കിയ വൈസ്രോയിയാണ് ഫ്രാൻസിസ്കോ ഡി അൽമേഡ. 1505 മുതൽ 1509 വരെ ഇന്ത്യയിലെ പോർച്ചുഗീസ് വൈസ്രോയി ഫ്രാൻസിസ്കോ ഡി അൽമേഡ. 1505 മുതൽ 1509 വരെ ഇന്ത്യയിലെ പോർച്ചുഗീസ് വൈസ്രോയി ആയിരുന്നത് ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ്. പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ സ്ഥാപിച്ചത് 1628. പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ സ്ഥാപിച്ച വർഷം 1628. ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി അൽഫോൻസ ഡി അൽബുക്വർക്ക്. നേരത്തെ പറഞ്ഞു ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ഫ്രാൻസിസ്കോ ഡി അൽമേഡ, രണ്ടാമത്തത് അൽഫോൻസ ഡി അൽബുക്വർക്ക്. 1510 ബീജാപ്പൂർ സുൽത്താനെ പരാജയപ്പെടുത്തി ഗോവ പിടിച്ചെടുത്ത പോർച്ചുഗീസ് വൈസ്രോയി അൽഫോൻസ ഡി അൽബുക്വർക്ക്. കേരളത്തിൽ നിന്നും പോർച്ചുഗീസ് ആധിപത്യം ഗോവയിലേക്ക് മാറ്റിയ പോർച്ചുഗീസ് വൈസ്രോയി അൽബുക്വർക്ക് 1510 ബീജാപ്പൂർ സുൽത്താനെ പരാജയപ്പെടുത്തി ഗോവ പിടിച്ചെടുത്ത് കേരളത്തിൽ നിന്നും പോർച്ചുഗീസ് ആധിപത്യം ഗോവയിലേക്ക് മാറ്റിയ പോർച്ചുഗീസ് വൈസ്രോയിയാണ് അൽബുക്വർക്ക്. ഏറ്റവും ശക്തനായ പോർച്ചുഗീസ് വൈസ്രോയി ആയിരുന്നു അൽബുക്വർക്ക്. ഇന്ത്യക്കാരെ സൈന്യത്തിൽ ചേർത്ത് യൂറോപ്യൻ മാതൃകയിൽ പരിശീലനം നൽകിയ പോർച്ചുഗീസ് വൈസ്രോയിയാണ് അൽബുക്വർക്ക്. സങ്കരവാസ സങ്കേതങ്ങൾ സ്ഥാപിക്കുകയും സതി നിർത്തലാക്കുകയും ചെയ്ത പോർച്ചുഗീസ് വൈസ്രോയിയാണ് അൽബുക്വർക്ക്. ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യ സ്ഥാപകനായി അറിയപ്പെട്ടത് അൽബുക്വർക്ക്. 1515 ഗോവയിൽ വെച്ച് അന്തരിച്ച പോർച്ചുഗീസ് വൈസ്രോയി അൽബുക്വർക്ക്. വാസ്കോഡ ഗാമ പോർച്ചുഗീസ് വൈസ്രോയി ആയ വർഷം 1524. ഗാമയുടെ മൂന്നാം വരവിലാണ് പോർച്ചുഗീസ് വൈസ്രോയിയായി നിയമിതനായത്. കണ്ണൂർ രാജാവിൻ്റെ കപ്പിത്താനായ വലിയ ഹസനെ വധിച്ച പോർച്ചുഗീസ് വൈസ്രോയി ഹെൻറിക് ഡി മെനസിസ്. സാമൂതിരിയുടെ നാവികപ്പടയുടെ നായകന്മാർ കുഞ്ഞാലിമാരാണ് സാമൂതിരിയുടെ നാവികപ്പടയുടെ നായകന്മാർ. കുഞ്ഞാലിമാരുടെ താവളം പന്തലായനിക്കൊല്ലം എന്നാണ് കുഞ്ഞാലിമാരുടെ താവളം അറിയപ്പെട്ടത്. ചാലിയം കോട്ട നിർമ്മിച്ചത് പോർച്ചുഗീസുകാർ. ചാലിയം കോട്ട നിർമ്മിച്ച യൂറോപ്യന്മാരാണ് പോർച്ചുഗീസുകാർ. ചാലിയം കോട്ട നിർമ്മിച്ച പോർച്ചുഗീസ് വൈസ്രോയി നുനോ ഡി കുൻഹ. സാമൂതിരിയുടെ കണ്ഠത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെട്ടത് ചാലിയം കോട്ടയാണ് സാമൂതിരിയുടെ കണ്ഠത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്ന് അറിയപ്പെട്ടത്.
പോർച്ചുഗീസ് രാജാവിൻ്റെ സൈനിക സഹോദരൻ എന്നറിയപ്പെട്ടത്. പുറക്കാട്ട് രാജാവ്. അടിച്ചിട്ട് കടന്നു കളയുക ആരുടെ സമരതന്ത്രമായിരുന്നു? കുഞ്ഞാലി മരക്കാറിലെ കുട്ടിയാലിയുടെ സമരതന്ത്രമായിരുന്നു അടിച്ചിട്ട് കടന്നു കളയുക. 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ കൊണ്ടുവന്ന വാസ്തുവിദ്യാ ശൈലി ഗോതിക്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയ യൂറോപ്യന്മാർ പോർച്ചുഗീസുകാർ. ഇന്ത്യയിലേക്ക് ആദ്യം വന്നതും അവസാനം ഇന്ത്യ വിട്ടു പോയതും ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയതും പോർച്ചുഗീസുകാരാണ്. ഇന്ത്യയിലെ പോർച്ചുഗീസ് ചരിത്രം രേഖപ്പെടുത്തിയതാര്? ജെയിംസ് കൊറിയ. ഇന്ത്യയിലെ പോർച്ചുഗീസ് ചരിത്രം രേഖപ്പെടുത്തിയത് ജെയിംസ് കൊറിയ. ആഫ്രിക്കയിലെ ശുഭപ്രതീക്ഷ മുനമ്പ് ആദ്യമായി ചുറ്റിയ പോർച്ചുഗീസ് നാവികൻ ബർത്തലോമിയോ ഡയസ്. ആഫ്രിക്കയിലെ ശുഭപ്രതീക്ഷ മുനമ്പ് ആദ്യമായി ചുറ്റിയ പോർച്ചുഗീസ് നാവികൻ ബർത്തലോമിയോ ഡയസ്. കണ്ണൂർ സെൻറ്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ചതാര്? ഫ്രാൻസിസ്കോ ഡി അൽമേഡ. ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയിയായ ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ് കണ്ണൂർ സെൻറ്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ചത്. സെൻറ്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ച വർഷം 1505. പോർച്ചുഗീസുകാർ സെൻറ്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ച വർഷം 1505. മാനുവൽ കോട്ട നിർമ്മിച്ചതാര്? അൽബുക്വർക്ക്. 1503 അൽബുക്വർക്ക് ആണ് മാനുവൽ കോട്ട നിർമ്മിച്ചത്. അൽബുക്വർക്ക് ഗോവ കീഴടക്കിയ വർഷം 1510. ഗോവയിൽ ഇന്ത്യയിലെ ആദ്യത്തെ പ്രിന്റിംഗ് പ്രസ് ആരംഭിച്ചതാര്? പോർച്ചുഗീസുകാർ. പോർച്ചുഗീസുകാരാണ് ഗോവയിൽ ഇന്ത്യയിലെ ആദ്യത്തെ പ്രിന്റിംഗ് പ്രസ് ആരംഭിച്ചത്. പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ പ്രധാന കോളനികൾ ഗോവ, ദാമൻ ആൻഡ് ദിയു. പോർച്ചുഗീസുകാരിൽ നിന്നും ഗോവയെ മോചിപ്പിച്ചതെന്ന്? 1961 ഡിസംബർ 19. 1961 ഡിസംബർ 19 പോർച്ചുഗീസുകാരിൽ നിന്നും ഗോവയെ മോചിപ്പിച്ചത്. ഗോവയിൽ പോർച്ചുഗീസുകാർക്കെതിരെ ഇന്ത്യ നടത്തിയ സൈനിക നടപടി ഓപ്പറേഷൻ വിജയ്. കാപ്യ എന്ന പോർച്ചുഗീസുകാർ വിളിച്ചിരുന്ന സ്ഥലം കാപ്പാട്. കാപ്യ എന്ന് പോർച്ചുഗീസുകാർ വിളിച്ചിരുന്ന സ്ഥലമാണ് കാപ്പാട്. പോർച്ചുഗീസ് രാജാവ് ചാൾസ് രാജകുമാരന് സ്ത്രീധനമായി കൊടുത്ത ഇന്ത്യയിലെ പ്രദേശം ബോംബെ. പോർച്ചുഗീസ് രാജാവ് ചാൾസ് രാജകുമാരന് സ്ത്രീധനമായി കൊടുത്ത ഇന്ത്യയിലെ പ്രദേശം ബോംബെ. മട്ടാഞ്ചേരി കൊട്ടാരം നിർമ്മിച്ച വിദേശികൾ പോർച്ചുഗീസുകാർ. പോർച്ചുഗീസുകാരാണ് മട്ടാഞ്ചേരി കൊട്ടാരം നിർമ്മിച്ച വിദേശികൾ. പോർച്ചുഗീസുകാർ ചാലിയം കോട്ട നിർമ്മിച്ച വർഷം 1531. പോർച്ചുഗീസുകാർ ചാലിയം കോട്ട നിർമ്മിച്ചത് 1531. ഇന്ത്യയിൽ എത്തിയ ആദ്യ കത്തോലിക്കന്മാർ പോർച്ചുഗീസുകാർ. പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിലെത്തിയ ആദ്യ കത്തോലിക്കന്മാർ. കോഴിക്കോട് ആക്രമിച്ച പോർച്ചുഗീസ് വൈസ്രോയി അൽബുക്വർക്ക്. കോഴിക്കോട് ആക്രമിച്ച പോർച്ചുഗീസ് വൈസ്രോയിയാണ് അൽബുക്വർക്ക്. പോർച്ചുഗീസുകാരും സാമൂതിരിയും തമ്മിൽ കണ്ണൂർ സന്ധി ഒപ്പുവെച്ച വർഷം 1513. പോർച്ചുഗീസുകാർ പൊന്നാനി സന്ധി ഒപ്പുവെച്ച വർഷം 1540. 1540 പോർച്ചുഗീസുകാർ പൊന്നാനി സന്ധി ഒപ്പുവെച്ചത്. ഇന്ത്യയിലെ അവസാനത്തെ പോർച്ചുഗീസ് വൈസ്രോയി അന്റോണിയോ വസലോ സിൽവ. ഇന്ത്യയിലെ അവസാനത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആയിരുന്നത് അന്റോണിയോ വസലോ സിൽവ.